ലച്ചു, ഇവിടെ ആരുമില്ലേന്ന്. ഇവിടെ ആരുമില്ലേ? ഇല്ല, ഇവിടെ ഇപ്പൊ കിടക്കുന്നു. എന്താ യമുന സുബ്രഹ്മണ്യം? യമുന സുബ്രഹ്മണ്യം അല്ല, എന്റെ പേര് അങ്ങനല്ല, മയൂര സുബ്രഹ്മണ്യം. ആയിക്കോട്ടെ, എന്താ കാര്യം? വെള്ളം എന്തിയേ? വെള്ളോ? ആ, വൈകുന്നേരമായിട്ട് വെള്ളം കിട്ടുന്നില്ല. ആ, വെള്ളം വരും നോക്കിയിരുന്നാ മതി. 8 മണിയാവുമ്പോ വെള്ളം വരും. 8 മണിയാകുമ്പോ വെള്ളം വരുമെന്നോ? എനിക്ക് അമ്പലത്തിൽ 5 മണിക്ക് പോകേണ്ടതാ കൊച്ചേ. ഇപ്പൊ സമയം 4 മണിയായി. എനിക്കിപ്പൊ തന്നെ പോകേണ്ടതാ. 8 മണിക്ക് എന്റെ അരങ്ങേറ്റമാ. എന്നാ ഒരു കാര്യം ചെയ്താൽ മതി. ഇപ്പൊ ഇവിടുന്ന് പോയാലേ ഏതെങ്കിലും പൈപ്പിന്റെ മൂട്ടിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ആറ്റിലോ ഇറങ്ങി കുളിച്ചിട്ട് അങ്ങ് പോയാൽ മതി. അതൊന്നും എന്റെ മോളോട്ടേക്ക് ശീലമില്ല. അതെന്താ വെള്ളം വരാത്തത്? അതിങ്ങനെ വരും ഓർത്തോണ്ടിരുന്നാ മതി. അത് അപ്പൊ അങ്ങ് വന്നോളൂ വൈകുന്നേരം ആവുമ്പോഴത്തേന്. എന്തോ പ്രശ്നം? ആ, വെള്ളമില്ലെന്ന്. വെള്ളമില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അങ്ങനെ വരാൻ വഴിയൊക്കെ ഉണ്ട്. ഇപ്പൊ കുളിച്ചെങ്കിലേ ഭരതനാട്യം കളിക്കാവുന്നൊന്നുമില്ലല്ലോ. കുളിച്ചില്ലെങ്കിലും ഭരതനാട്യമൊക്കെ കളിക്കാം. സിദ്ധു, വെള്ളത്തിന്റെ സീൻ എന്താന്ന് നോക്കൂ. നോക്കൊന്നും വേണ്ടെന്നേ. അവർക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിലേ ഇതുവരെയുള്ള പൈസ തന്നേച്ച് അവരെങ്ങാണ്ട് വെച്ചപ്പോട്ടെ. എന്താ ഗോപേട്ട, ദേണ്ട അമ്മച്ചി, എന്റെ തനി സ്വഭാവം നിങ്ങൾ എടുപ്പിക്കരുത് കേട്ടോ. നിന്റെ അമ്മച്ചി? നിങ്ങൾ അമ്മച്ചി? ഞാൻ നിന്റെ അമ്മച്ചിയാണോ? അമ്മ, ഇവര് നമ്മുടെ ഗസ്റ്റ് ആണ്. അതെ, ഗസ്റ്റ് ആയി പോയി. അല്ലായിരുന്നെങ്കിലേ എന്റെ മീൻ കറി ചട്ടി എടുത്തോണ്ട് പോയി അവിടെ അറിഞ്ഞപ്പോഴേ ഞാൻ അവിടെ അവിടെ കിടന്നേനെയായിരുന്നു. പിന്നെ ഗസ്റ്റ് ആയി പോയതുകൊണ്ട് ഞാൻ മിണ്ടി അല്ലെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കണം നിന്നുള്ളതേ ഉള്ളൂ. ഞാനാണെന്നറിയാമോ? പന്നിക്കാരെ സരളയെ കൂടുതൽ കളിച്ചോണ്ട് വരരുത് കേട്ടോ. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞില്ല എന്റെ പേര് സരള എന്നാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. നീ അങ്ങ് പന്നിയക്കരിച്ചെന്ന് പറഞ്ഞാ മതി. ഈ ചോനറത്തല ഭവാനി ആരാന്നേ നിനക്ക് നല്ലോണം അറിയത്തില്ല. ഫോണിങ്ങടുത്ത് വീഡിയോ എടുത്തിട്ടില്ലേ? കുട്ടി പാട്ടുകാരെ തേടി ടോപ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. വീഡിയോ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളെ പൂട്ടിയിട്ട് പീഡിപ്പിച്ചടക്കം എല്ലാ കാര്യങ്ങളും ഈ വീഡിയോക്കകത്തുണ്ട്. ഇത് ഞാൻ പുറം ലോകത്തെ അറിയിക്കും. നോക്കിക്കോ, ഞങ്ങൾക്ക് വെള്ളം തരാതെ നിങ്ങൾ പീഡിപ്പിച്ച് ഞങ്ങളെ കൊണ്ടോ. ഇത് ഞാൻ സോഷ്യൽ മീഡിയയിലിട്ട് വൈറലാക്കാം. അമ്മച്ചി വേണേ നോക്കിക്കോ. കാണിക്കത്തില്ലേ? അതെ അതെ അതെ, അമ്മ ഒരു പഴയ ആളല്ലേ? പഴയ ആളാണെങ്കിൽ പൂട്ടിയിട്ട് വളർത്തണം. ഗോപേട്ട, പോയി ബാഗ് എടുത്തോണ്ട് വാ. ബാഗ് സാധനങ്ങളും എല്ലാം എടുത്തോണ്ട് വാ. ഞാനിന്ന് എല്ലാരെയും നാട്ടിക്കും. നോക്കിക്കോ. അതെ, എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നിങ്ങൾ പൊക്കോ. പൈസ തരണ്ട. അയ്യോ, അല്ലെങ്കിൽ പിന്നെ ആര് പൈസ തരാൻ പോന്ന്? അയ്യോ, പൈസ തരാം. അവിടെ നോക്കിയിരിക്കും. എണ്ണ നോക്കിയിരിക്കുമല്ല അമ്മച്ചി മക്കളും കൂടെ എണ്ണ നോക്കിയിരിക്കും. തരത്തില്ല പൈസ. 5ന്റെ പൈസ തരത്തില്ല. ചേച്ചി, ഇച്ചിരി സമാധാനത്തോടെ സംസാരിക്കാൻ പറ്റൂ? എന്താ വേണമെന്നാ സമാധാനത്തോടെ? എന്താ ചെയ്യണം ഞങ്ങള്? ഇറങ്ങിപ്പോകാം അവിടുന്ന്. ഇറങ്ങിപ്പോ. നഷ്ടപരിഹാരം തരണം. നഷ്ടപരിഹാരം തന്നാൽ ഞങ്ങൾ ഇറങ്ങിപ്പോവാം. എടുത്തല്ലോ, നഷ്ടപരിഹാരം തരണം. അല്ലെങ്കിൽ ഈ വീഡിയോ വൈറലാക്കി എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ മാറും. ഈ അമ്മച്ചി കാരണം. ഈ ഹോം സ്റ്റേക്ക് എത്രയെന്ന് വെച്ചേ? 2500 രൂപ. അത് തന്നെ റേറ്റ് കുറച്ചായിട്ടേക്കണേ. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ പറ്റത്തില്ല. 2500 വെച്ച് 2500 രൂപ, 5000 രൂപ പെട്ടെന്ന് ഗോപേട്ടന്റെ അക്കൗണ്ടിലേക്ക് ഇട്. എന്റെ അക്കൗണ്ടിലേക്ക് ഇട്. 5000 രൂപ ഇട്ടില്ലെങ്കിൽ അമ്മച്ചിയെ മക്കളെ നാട്ടിക്കും. ചേട്ടാ ചേച്ചി, 5000 രൂപ അല്ലേ? 5000 രൂപ. ഇപ്പൊ കാര്യങ്ങൾ ഇത്രയൊക്കെ ആയി. മോളോടെ അവിടെ ഇരിപ്പുണ്ട്. വർക്ക് ചേട്ടാ. 5000 രൂപ. അയ്യോ, മുന്നേ വെച്ച വെള്ളമേ. ആരാന്ന ചോന്നലത്തല്ലേ? ആരാന്നാ പറഞ്ഞത്? തല 5000 രൂപയ്ക്ക് 5000 രൂപ അയച്ചു കൊടുക്ക്. 5000 രൂപ നിങ്ങൾക്ക് അയക്കണോ? ആർക്കാലും വായിക്കേ. എനിക്ക് ഇഷ്ടമുള്ള തയ്യേ. അയച്ചിട്ടുണ്ട്. വന്നോ? വന്നു. 5000 ഇറങ്ങട്ടെ അമ്മച്ചി. അയ്യോ, അമ്മച്ചി ഇറങ്ങി പോടി അവിടുന്ന്. നാണയില്ലല്ലേ ഡൈ അടിച്ചിങ്ങനെ നടക്കാൻ. ഒരു പെങ്കോന്തനും എന്റെ പൊന്നമ്മൊന്നും ഒച്ച എടുക്കാതെ. സത്യസന്ധമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. ചമ്മിപ്പോയി. എന്നാലേ ചമ്മാൻ പോന്ന ഞാനല്ല, അവളാ ഇപ്പൊ ചമ്മാൻ പോന്നെ. ഇത് അവരുടെ അല്ലേ? ഇത് അവരുടെയാ.
അവളെ വൈകിട്ട് ചെന്നിട്ട് അരങ്ങേറ്റത്തിനെ എല്ലാം ഒരുങ്ങി കഴിഞ്ഞിട്ട് ചെലങ്ക കെട്ടാൻ നോക്കുമല്ലോ. അപ്പൊ ചെലങ്ക കാണത്തില്ല. അപ്പൊ ചമ്മന്തി ആരാ? അവള്. പിന്നെ അവിടെ ബാത്റൂമിലോട്ടൊക്കെ ഉള്ള വെള്ളം ഓഫ് ചെയ്ത് വെച്ചത് ഞാൻ തന്നെ. അങ്ങനെ എന്റെ കുടുംബത്തിൽ വന്നിട്ടേ ആരും അങ്ങനെ വലിയ ഷോ ഒന്നും കാണിക്കണ്ട.